മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കാലടി ഗ്രാമപഞ്ചായത്ത് ബാലഹരിതസഭ സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പോരാട്ടത്തിൽ കുട്ടികളുടെ പങ്കാളിത്തവും ആശയങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണ് കാലടി ഗ്രാമപഞ്ചായത്ത് ബാലഹരിതസഭ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കുകയും നമ്മളിപ്പോൾ എന്തിനാണ് കൂടിയിരിക്കുന്നത്? പ്ലാസ്റ്റിക്കിൻ്റെ വിപത്ത് അല്ലേ? പ്ലാസ്റ്റിക് വളരെയധികം നമുക്ക് വിപത്തായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പല രോഗങ്ങളും പല രോഗങ്ങളും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കൊണ്ട്. അപ്പം അതിനൊക്കെ നിമിത്തമായിട്ട് നമുക്കിവിടെ ക്ലാസ് എടുത്ത് തരും, കാര്യങ്ങളൊക്കെ വിശദമായി അവർ പറഞ്ഞു തരും. അപ്പോൾ എങ്ങനെയൊക്കെ വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ശ്വാസമൊക്കെ കേസ് പറഞ്ഞാൽ തന്നെ നമ്മൾ വളരെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് നമ്മളെ സ്കൂൾ ഗ്രൗണ്ട് മാലിന്യമുക്തമാക്കുക. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ സ്കൂളിലേക്ക് കയറാനേ പാടില്ല. അപ്പം അതിനൊക്കെ നിങ്ങൾ സജ്ജീകരണമായിട്ട് നിങ്ങൾ അത് അധ്യാപകരായാലും രക്ഷിതാക്കളായാലും ഒക്കെ മുൻകൈ എടുത്ത് നിങ്ങളോടൊപ്പം ഞങ്ങൾ പഞ്ചായത്തും ഭരണസമിതിയും ഒക്കെ ഉണ്ടാവും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറയാറ്റിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി C. ബിനേഷ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസീന, മെമ്പർമാരായ NK അബ്ദുൽ ഗഫൂർ, സെലീന, രജിത, ലെനിൻ, ഗിരിജ, ഹരിത കേരള മിഷൻ RP ഭവിഷ എന്നിവർ സംസാരിച്ചു. 10 സ്കൂളുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, എടപ്പാൾ.